ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 18ാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത് കേട്ടോ. 18ാമത്തെ ചാപ്റ്റർ ആയ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ജന്തുക്കളിലെയും സസ്യങ്ങളിലെയും ഒക്കെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഭാഗവും വിട്ടുകളയാനായിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? പ്രത്യുൽപാദനത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് വിവിധ തരം സസ്യങ്ങളിലെയും അതുപോലെ വിവിധ തരം ജന്തുക്കളിലെയും ഒക്കെ വിവിധ തരം പ്രത്യുൽപാദന വ്യവസ്ഥയെ പറ്റിയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോന്നൊന്ന് നോക്കാം. ഈ ഒരു ഡയഗ്രത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? മുകളിലായിട്ട് 3 സസ്യങ്ങൾ, കറിവേപ്പ്, മരച്ചീനി, ഇലമുളിച്ചി, 3 സസ്യങ്ങളുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവ മൂന്നിലും ഏത് തരം പ്രത്യുൽപാദന വ്യവസ്ഥയാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയും കേട്ടോ. കായിക പ്രജനനം. മരച്ചീനി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ തണ്ട് മുറിച്ച് നട്ടാണല്ലേ പുതിയ ചെടിയായിട്ട് മാറുന്നത്. അതുപോലെ ഇലമുളച്ചിയിൽ ഇതിന്റെ ഇലയുടെ വശങ്ങളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ കറിവേപ്പ് വേരുകളിൽ നിന്ന് പുതിയ മുളകൾ വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ കായിക പ്രജനനത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. കായിക പ്രജനനമാണ് ഇവിടെ ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കായിക പ്രജനനത്തിന്റെ പ്രാധാന്യം എന്താണ് അതിന്റെ പ്രത്യേകത? അതായത് മാതൃസസ്യത്തിന്റെ അതേ സവിശേഷതകളായിരിക്കും പിന്നീട് ഉണ്ടാവുന്ന പുതിയ സസ്യത്തിനും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് കൊടുത്തത് ബാക്ടീരിയയിൽ എന്ത് തരം റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്? ദ്വിവിഭജനാണ് കേട്ടോ. ദ്വിവിഭജനം, അതായത് ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന രീതിയാണിത്. അതായത് ഒരു കോശം വിഭജിച്ച് 2 തുല്യ കോശങ്ങളായിട്ട് മാറും. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും. ഒരു കോശം വിഭജിച്ച് പിന്നീട് 2 തുല്യ കോശങ്ങളായിട്ട് മാറുകയാണ്. ഇതാ ഈ ഒരു ഈ ഒരു രീതിയാണ് ദ്വിവിഭജനം എന്ന് പറയുന്നത് കേട്ടോ. ബാക്ടീരിയ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ഫംഗസ് ആണ്. നോക്കിക്കേ, ഫംഗസിലെ രേണുക്കള്. ഓക്കെ, ഫംഗസിലെ രേണുക്കൾ, അതായത് ഫംഗസുകളിലെ ഉദാഹരണത്തിന് ബ്രെഡിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ കാണുന്ന രീതിയാണ്. അതായത് ഇതിലെ വിത്തുകൾ പോലുള്ള രേണുക്കൾ കാറ്റിലൂടെയോ മറ്റോ പടർന്ന് പുതിയ ഫംഗസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫംഗസിലാണ് രേണുക്കൾ കേട്ടോ. ഇനി പ്ലനേറിയയിൽ എന്ത് തരാണ്? പുനരുൽപത്തിയാണ് കേട്ടോ. പ്ലനേറിയയില് പുനരുൽപത്തി എന്ന് പറഞ്ഞാൽ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലനേറിയ പോലുള്ള ജീവികളുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോയാൽ, ഇവിടെ കാണാൻ പറ്റും, മുറിഞ്ഞു പോയാല് ഓരോ ഭാഗവും പുതിയൊരു ജീവിയായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് പുനരുൽപത്തി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയത്തിൽ ബഹുഭംഗം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ ആണ് നടക്കുന്നത് കേട്ടോ. ബഹുഭംഗം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ ആണ് നടക്കുന്നത്. പ്ലാസ്മോഡിയം എക്സാമ്പിൾ ആണ്. എന്താണ് ഈ ഒരു ബഹുഭംഗം എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം പോലുള്ള ജീവികളിൽ ഒരു കോശം ഒരേ സമയം അനേകം കോശങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കോശം ഒരേ സമയം അനേകം കോശങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഈസ്റ്റില് മുകുളനം അല്ലെങ്കിൽ ബഡ്ഡിംഗ് ആണ് കേട്ടോ. എന്താണ് മുകുളനം? ഈസ്റ്റ് പോലുള്ള ജീവികളിൽ എങ്ങനെയാണ് ഇത് കാണപ്പെടുന്നത്? മാതൃകോശത്തിൽ നിന്ന് ഒരു ചെറിയ മുകുളം, ഒരു ബഡ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. പിന്നീട് അത് പുതിയ ജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിനും എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. അപ്പൊ കറിവേപ്പിലും മരച്ചീനിയിലും ഇലമുളച്ചിയിലും ഒക്കെ കായിക പ്രജനനാണ്. ബാക്ടീരിയയിൽ ദ്വിവിഭജനം. അതുപോലെ രേണുക്കൾ എവിടെയാണ്? ഫംഗസിലാണ് ഉണ്ടാവുന്നത്. അതുപോലെ പ്ലനേറിയയിൽ എന്ത് തരം റീപ്രൊഡക്ഷൻ ആണ്? പുനരുൽപത്തി അല്ലെങ്കിൽ റീജനറേഷൻ. പ്ലാസ്മോഡിയത്തില് ബഹുഭംഗം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ. ഈസ്റ്റില് മുകുളനം അല്ലെങ്കിൽ ബഡ്ഡിംഗ് കേട്ടോ. ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. വിവിധ ജീവികളിലെ പ്രത്യുൽപാദന രീതികളെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഈ ഒരു ചിത്രത്തെ ആസ്പദമാക്കിയിട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് പ്രത്യുൽപാദന രീതികൾ, അതിന് ഉദാഹരണങ്ങൾ. ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ഇലമുളച്ചി അല്ലെങ്കിൽ സർപ്പപ്പോൾ ആണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? ഇലയുടെ അറ്റത്ത് നിന്ന് പുതിയ സസ്യങ്ങൾ, ഇലയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇലയിൽ നിന്നാണ് പുതിയ സസ്യം പുതിയ ചെടി ഉണ്ടാവുന്നത് കേട്ടോ. ഇലയിൽ നിന്നാണ്. ഓക്കെ, ഇനി വേരിൽ നിന്ന് ചെടികൾ ഉണ്ടാകുന്നതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കി, കറിവേപ്പ്. അതുപോലെ മരച്ചീനി, റോസ്, ചെമ്പരത്തി, കരിമ്പയൊക്കെ തണ്ട് മുറിച്ച് നട്ടുങ്ങാനാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. തണ്ട് മുറിച്ച് നടാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇവ മൂന്നും എന്താണ്? കായിക പ്രജനനാണ് കേട്ടോ. ഇനി അനുകൂല സാഹചര്യങ്ങളിൽ കോശം വിഭജിച്ച് രണ്ട് ജീവികളായിട്ട് മാറുന്നുണ്ട്. അതേവിടെ? അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയയിലൊക്കെ കേട്ടോ ദ്വിവിഭജനം എന്ന് പറഞ്ഞു. ഇനി പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയം പോലുള്ള ജീവികളിൽ കോശങ്ങൾക്ക് ചുറ്റിലും കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയും കോശദ്രവ്യവും മർമ്മസ്തരവും പലതായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യം അനുകൂലമാവുമ്പോൾ കോശത്തിന്റെ ബാഹ്യാവരണം പൊട്ടി അനേകം സൂക്ഷ്മ കോശങ്ങൾ പുറത്തു വരികയും അവയോരോന്നും പുതിയ ജീവിയായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ബഹുഭംഗം എവിടെയാണ്? പ്ലാസ്മോഡിയം പോലുള്ള ജീവികളിലാണ് കേട്ടോ. പ്ലനേറിയ ഹൈഡ്ര പോലുള്ള ജീവികൾ നമ്മൾ പറഞ്ഞു പുനരുൽപത്തിയാണ് അല്ലെ, റീജനറേഷൻ എന്ന് പറഞ്ഞു, പുനരുൽപത്തി. അതായത് മുറിഞ്ഞു പോയ ശരീരഭാഗത്ത് നിന്നും പിന്നീട് വീണ്ടും പുതിയ ജീവികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഈസ്റ്റിൽ എന്തായിരുന്നു? മുകുളനം അല്ലെ, മുകുളനം അല്ലെങ്കിൽ ബഡ്ഡിങ് അല്ലെ, മുകുളങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വ്യത്യസ്ത രീതിയിലുള്ള റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞത്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്? ഒരു ജീവിവർഗത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ. ഒരു ജീവിവർഗത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ. നാം ഇതുവരെ ചർച്ച ചെയ്ത പ്രത്യുൽപാദന രീതികളും ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രീകരണത്തിന്റെ പ്രത്യുൽപാദന രീതിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്നാണ് കേട്ടോ. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നത്? ഒരു തേങ്ങ മുളച്ചു വരുന്നതാണ് അല്ലെ, പുതിയ ചെടിയായിട്ട് മാറുന്നത്. എന്താ? ഒരു പയർ വിത്ത് മുളച്ച് പുതിയ ചെടി ഉണ്ടാവുന്നത്. അതുപോലെ എന്താണ്? മറ്റൊരു വിത്ത് മുളച്ച് ഒരു ചെടി ഉണ്ടാവുന്നത്. ഈ മൂന്ന് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ചിത്രത്തിലും നമുക്ക് വിത്ത് മുളച്ച് പുതിയ ചെടികൾ ഉണ്ടാവുന്നതാണ് കാണാൻ പറ്റുന്നത് അല്ലെ. മറ്റൊന്നായിട്ട് നമ്മൾ കായിക പ്രജനനം പറഞ്ഞതാണ് തണ്ട്, വേര്, ഇല എന്നിവയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ഇവിടെ വിത്ത് ഉണ്ടായിട്ട് വിത്ത് മുളച്ച് പുതിയ ചെടികൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ വിത്ത് മുളച്ചുണ്ടാകുന്ന ഈ ഒരു പ്രത്യുൽപാദന വ്യവസ്ഥ നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും കേട്ടോ. ഇത് പൂക്കളിലെ പരാഗണം, നിഷേചനം എന്നിവയിലൂടെയൊക്കെ നടക്കുന്ന ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഫലമാണ് ഈ ഒരു വിത്ത് വഴിയുള്ള പ്രത്യുൽപാദനം. ഇതിന് സ്ത്രീ പുരുഷ ജനന കോശങ്ങൾ ആവശ്യമാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? എങ്ങനെയാണ് വിത്തുകൾ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടോ. വിത്തുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ, അതുപോലെ എന്താണ് ഫെർട്ടിലൈസേഷന്, പിന്നെ ഭ്രൂണം രൂപപ്പെടല്, വിത്തായിട്ട് മാറൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പൂമ്പൊടിയും അണ്ടവും തമ്മിൽ ചേരുന്നതിലൂടെയാണ് വിത്ത് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ്? ഒരു ചെമ്പരത്തിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിലെ ഒരുപാട് പാർട്ടുകൾ നമ്മളോട് ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്? ഫസ്റ്റ് തന്നെ പൂമ്പൊടി വന്നിറങ്ങുന്ന ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഇവിടെ അല്ലെ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? അതായത് സ്റ്റിഗ്മ എന്ന് പറയില്ലേ, പരാഗണ സ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മ, പരാഗണ സ്ഥലം. ഇനി അടുത്തതായിട്ട് നമുക്ക് പരാഗി, പൂമ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം പരാഗി എന്ന് പറയും കേട്ടോ, പരാഗി. അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? എന്താണ്? അണ്ടാശയം ഉണ്ടോ, അണ്ടാശയം. ഇനി നമുക്ക് എന്താണ്? പുഷ്പദളം എന്ന് പറയട്ടോ, പുഷ്പദളം. ഇനി ഇവിടെ രണ്ടും രണ്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ ലൈംഗിക അവയവം അല്ലെങ്കിൽ പുരുഷ ലൈംഗിക അവയവം, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്. അതായത് പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവമാണ് ജെനി അല്ലെങ്കിൽ പിസ്റ്റിൽ കേട്ടോ, ജെനി അല്ലെങ്കിൽ പിസ്റ്റിൽ. ഇവിടെ നമുക്ക് 3 ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്റ്റിഗ്മ ആണ് കേട്ടോ. സ്റ്റിഗ്മ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പരാഗണ സ്ഥലം എന്ന് പറഞ്ഞു, പരാഗണ സ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മ. രണ്ടാമതായിട്ട് എന്ത് ചെയ്തായിരുന്നു? പരാഗനാളിയാണ് കേട്ടോ, പരാഗനാളി. അടുത്തത് അണ്ടാശയം. ഇനി പുരുഷ ലൈംഗിക അവയവം കേസരമാണ് കേട്ടോ, അല്ലെങ്കിൽ സ്റ്റെമനാണ്, കേസരം അല്ലെങ്കിൽ സ്റ്റെമന്. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ പരാഗി എന്നാണ് കേട്ടോ ഇതിന് പറയാ, പരാഗി അല്ലെങ്കിൽ ആന്തർ എന്ന് പറയും. ഇംഗ്ലീഷിൽ ആന്തർ അല്ലെങ്കിൽ മലയാളത്തിൽ പരാഗി എന്ന് പറയും കേട്ടോ. ഇനി ഇവിടെ എന്താണ്? ഈ ഒരു തന്തു, പരാഗിയെ താങ്ങി നിർത്തുന്ന നൂല് പോലുള്ള ഈ ഭാഗത്തിന് പരാഗതന്തു എന്നാ പറയാ കേട്ടോ, പരാഗതന്തു എന്നാണ് പറയാ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേസരം പുരുഷ ലൈംഗിക അവയവമാണ്. അതുപോലെ ജെനി അല്ലെങ്കിൽ പിസ്റ്റില് സ്ത്രീ ലൈംഗിക അവയവം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. ഇനി പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ എങ്ങനെയാണ് പരാഗണ സ്ഥലത്ത് എത്തുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ.
അതിന് ആൻസർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ. പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരം. കേസരത്തിലെ പരാഗിയിൽ പരാഗരേണുക്കൾ രൂപപ്പെടുന്നു. ഇത് സ്ത്രീ ലൈംഗിക അവയവമായ ജനിയുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ പരാഗണം എന്ന് വിളിക്കുന്നു. ഷഡ്പദങ്ങൾ, പക്ഷികൾ തുടങ്ങിയ ജന്തുക്കളും കാറ്റ്, ജലം എന്നിവയും പരാഗണത്തെ സഹായിക്കുന്നുണ്ട്. അപ്പൊ പരാഗണം എന്തെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പരാഗണം എന്തെന്നായിരുന്നു പറഞ്ഞത്? പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമായിട്ടുള്ള കേസരത്തിൽ എന്താണ് പരാഗരേണുക്കൾ, പരാഗിയില് പരാഗരേണുക്കൾ രൂപപ്പെടുന്നു. ഇത് എന്താണ് ജനിയിൽ സ്ത്രീ ലൈംഗിക അവയവമായിട്ടുള്ള ജനിയുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് വിളിക്കുന്നത് കേട്ടോ. പരാഗണത്തിന് സഹായിക്കുന്നത് ഷഡ്പദങ്ങള്, പക്ഷികള് തുടങ്ങിയ ജന്തുക്കളും കാറ്റ്, ജലം എന്നിവയും പരാഗണത്തെ സഹായിക്കുന്നുണ്ട്. ഇനി ഇവിടെ പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗരേണുക്കളിൽ നിന്നും പരാഗനാളം അണ്ഡാശയത്തെ ലക്ഷ്യമാക്കി വളരുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗം നടക്കുന്നതിന് എങ്ങനെയെന്നാണ് ഈ ഒരു ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗരേണുക്കളിൽ നിന്ന് പരാഗനാളം അണ്ഡാശയത്തെ ലക്ഷ്യമാക്കി വളരുന്നു. ഇനി ഓരോന്നും ഇവിടെ ഒരു ചിത്രമായി കൊടുത്തിട്ടുണ്ട്, നോക്കാം. പരാഗരേണു. എന്താ പരാഗരേണു? പരാഗണം നടത്താൻ സഹായിക്കുന്ന ജീവികളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുവാൻ അനുയോജ്യമായ ഘടനയോട് കൂടിയതാണ് പരാഗരേണു എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു പരാഗണം നടക്കുന്നത് ജന്തുക്കൾ വഴിയും അതുപോലെ എന്താണ് കാറ്റ്, ജലം, ഇതൊക്കെ വഴി പരാഗണം നടക്കുന്നുണ്ട്. അപ്പൊ ഈ പരാഗണം നടത്താൻ സഹായിക്കുന്ന ജീവികളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള ഘടനയോട് കൂടിയിട്ടുള്ളതാണ് പരാഗരേണു. ഓക്കെ, അത് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്നാൽ എന്താ? ഇവയിൽ നിന്ന് ബീജങ്ങൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ് കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഓക്കെ, ഇനി ട്യൂബ് ന്യൂക്ലിയസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ട്യൂബ് ന്യൂക്ലിയസ് അതായത് പരാഗനാളത്തിന്റെ രൂപീകരണത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്നു. പരാഗനാളത്തിന്റെ വളർച്ചയ്ക്ക് ശേഷം ഇത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ട്യൂബ്. ഇനി പരാഗനാളത്തിന്റെ ചിത്രമാണ്. പരാഗനാളം അതായത് ന്യൂക്ലിയസുകളെ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് പരാഗനാളാണ്. ഇനി പുരുഷ ബീജങ്ങൾ, ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഇവിടെ അണ്ഡാശയം, ഒവ്യൂള്, അണ്ഡം, പോളാർ ന്യൂക്ലിയസുകൾ കൊടുത്തിട്ടുണ്ട്. അണ്ഡാശയം എവിടെയാണ് കാണപ്പെടുന്നത്? അണ്ഡാശയം ഇതന്നെയാണ്, ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഈ ഒരു മൊത്തം ഭാഗത്തെയാണ് അണ്ഡാശയം എന്ന് വിളിക്കുന്നത്. ഒവ്യൂൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അതിനുള്ളിലുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഭാഗമാണ്. പിന്നെ അണ്ഡം, പിന്നെ പോളാർ ന്യൂക്ലിയസുകൾ. ഓക്കെ, അടുത്ത ഹെഡിംഗ് ആണ് ബീജ സംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. എന്താണ് ബീജ സംയോഗം? പരാഗനാളത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിൽ ഒന്ന് അണ്ഡവുമായി സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു. ഇതാണ് ബീജ സംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായിട്ട് മാറുന്നു. ഈ ഭ്രൂണം വളർന്നാണ് തൈച്ചെടിയായിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുമായി ചേർന്ന് എൻഡോസ്പേം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാണ് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത് ഈ എൻഡോസ്പേമിലാണ് കേട്ടോ. അപ്പൊ എന്താ നോക്കാം, എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗനാളത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പൂംബീജങ്ങളിൽ ഒന്ന് അണ്ഡവുമായിട്ട് സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു. ഇതാണ് ബീജ സംയോഗം. ഈ സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായിട്ട് മാറുന്നു. ഈ ഭ്രൂണം വളർന്നാണ് തൈച്ചെടിയായിട്ട് മാറുന്നത്. രണ്ടാമത്തെ പൂംബീജം പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്ന് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഈ എൻഡോസ്പേം ആണ്, ഇതിലാണ് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതുവരെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലാണ് ട്യൂബ് ന്യൂക്ലിയസിന്റെ ധർമ്മം കേട്ടോ. ഫസ്റ്റ് ട്യൂബ് ന്യൂക്ലിയസിന്റെ ധർമ്മം എന്താ നമ്മൾ പറഞ്ഞത്? പരാഗരേണു സ്റ്റിഗ്മയിൽ പതിച്ചു കഴിഞ്ഞാല്, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ അതായത് പരാഗണ സ്ഥലത്ത് പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരാഗനാളി അണ്ഡാശയത്തിലേക്ക് വളരാൻ സഹായിക്കുക എന്നതാണ് ട്യൂബ് ന്യൂക്ലിയസിന്റെ പ്രധാന ധർമ്മം കേട്ടോ. ഇത് പരാഗനാളിയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നു. അതായത് ട്യൂബ് ന്യൂക്ലിയസ് ആണ് പരാഗനാളിയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്. ഇനി പരാഗനാളത്തിന്റെ ധർമ്മം എന്തായിരുന്നു? പരാഗയിൽ നിന്നുള്ള പുംബീജങ്ങളെ അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിലേക്ക് എത്തിക്കാനുള്ള പാതയായിട്ട് പരാഗനാളം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് പരാഗയിൽ നിന്നുള്ള പുംബീജങ്ങളെ അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു പാതയായിട്ടാണ് പരാഗനാളം പ്രവർത്തിക്കുന്നത്. ഇനി പുരുഷ ബീജങ്ങളുടെ രൂപപ്പെടൽ എങ്ങനെയായിരുന്നു? പരാഗരേണുവിനുള്ളിലെ ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ചാണ്. രേണുവിനുള്ളിലെ ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ചിട്ടാണ്
എന്ത് 2 പുരുഷ ബീജങ്ങൾ ഉണ്ടാകുന്നു കേട്ടോ. പരാഗനാളിയിലൂടെ താഴേക്ക് സഞ്ചരിക്കുക ചെയ്യുന്നത്. പിന്നെ ബീജസംയോജനം നമ്മൾ പറഞ്ഞത് അത് പരാഗനാളിയിലൂടെ എത്തുന്ന ഒരു പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് സിക്താണ്ഡമായിട്ട് മാറുന്നു അല്ലെങ്കിൽ സൈഗോട്ടായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് എന്ത് ബീജസംയോഗം എന്ന് പറയുന്നത് കേട്ടല്ലോ. ഈ ഒരു എന്താണ് ഈ സിക്താണ്ഡം പിന്നീട് ഭ്രൂണമായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു 2 പുംബീജങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു പുംബീജം എന്താണ് പിന്നെ ഒരു ഭ്രൂണമായിട്ട് മാറുന്നു. മറ്റൊന്ന് എന്താ ചെയ്യുന്നത് പരാഗനാളിലൂടെ വരുന്ന രണ്ടാമത്തെ പുംബീജം അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്ന് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഈ വളർന്നു വരുന്ന ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിച്ചു വെക്കുക എന്നതാണ് എൻഡോസ്പേമിന്റെ ധർമ്മം കേട്ടോ. ഇതാണ് എൻഡോസ്പേം രൂപീകരണം. ഇനി നെല്ല്, ചോളം, തെങ്ങ് മുതലായ ഏകബീജ പത്ര സസ്യങ്ങളിൽ എൻഡോസ്പേം ന്യൂക്ലിയസിന്റെ വിഭജനത്തിലൂടെ എൻഡോസ്പേം കലകൾ രൂപപ്പെടുന്നു. വിത്ത് മുളച്ച് തൈച്ചെടിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധാഹാരം എൻഡോസ്പേം കലകളിലാണ് സംഭരിക്കുന്നത്. ഏകബീജ പത്രസസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം എൻഡോസ്പേം ആണെന്നറിയാമല്ലോ. എന്നാൽ ദ്വിബീജ പത്രസസ്യങ്ങളിലെ പത്രങ്ങളിലാണ് ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകബീജ പത്രസസ്യങ്ങൾ അതായത് നെല്ല്, ചോളം, തെങ്ങ് തുടങ്ങിയ ഏകബീജ പത്രസസ്യങ്ങളിൽ എൻഡോസ്പേം ന്യൂക്ലിയസിന്റെ വിഭജനത്തിലൂടെ എൻഡോസ്പേം കലകളാണ് രൂപപ്പെടുന്നത് കേട്ടോ. വിത്ത് മുളച്ച് തൈച്ചെടിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധാഹാരം എൻഡോസ്പേം കലകളിലാണ് സംഭരിക്കുന്നത്. ഇത് ഏകബീജ പത്രസസ്യങ്ങളിലാണ് കേട്ടോ. ഏകബീജ പത്രസസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം എൻഡോസ്പേം ആണ് കേട്ടോ. എന്നാൽ ദ്വിബീജ പത്രസസ്യങ്ങളിൽ ബീജപത്രങ്ങളിലാണ് ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിക്കുന്നത്. ബീജപത്രങ്ങളിലാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ഡയഗ്രാം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നോക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്? സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പൂവ് എന്ന് കൊടുത്തിട്ടുണ്ട്. പുരുഷ ലൈംഗിക അവയവം, സ്ത്രീ ലൈംഗിക അവയവം. നമ്മൾ പറഞ്ഞു പുരുഷ ലൈംഗിക അവയവം എന്തായിരുന്നു? കേസരമാണ് അല്ലെ, കേസരമാണ്. സ്ത്രീ ലൈംഗിക അവയവം ജനിയാണ്, ജനി. ഓക്കെ, ഇനി നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ്? കേസരത്തില് തന്തുകം ഉണ്ടാവും അല്ലെ, കേസരത്തില് തന്തുകം. പിന്നെ അതുപോലെ പിന്നെന്താണ്? പരാഗി. ഓക്കെ, തന്തുകം അതുപോലെ പരാഗി ഉണ്ടാവും. പരാഗിയില് പരാഗരേണു ഉണ്ടാവും. പരാഗരേണു, പിന്നെ പുംബീജം. ഓക്കെ, അടുത്തത് സ്ത്രീ ലൈംഗിക അവയവം ജനിയാണ് അല്ലെ. ജനി, അണ്ഡാശയം, ജനിതണ്ട് എന്നിവക്കൊപ്പം നീല ജനിമുടി ഉണ്ടാവും കേട്ടോ. ജനിമുടി. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റിഗ്മ. ഓക്കെ, പരാഗണ സ്ഥലം എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ ഒവ്യൂള്. പിന്നെ ഒവ്യൂളില് നമുക്കറിയാം അണ്ഡം. പിന്നെ ബീജസംയോഗത്തിന് ശേഷം എന്താണ്? സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡമായിട്ട് മാറുന്നുണ്ട് അല്ലെ. സിക്താണ്ഡമായിട്ട് മാറുന്നു. സിക്താണ്ഡം പിന്നീട് ഭ്രൂണമായിട്ട് മാറുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ് കാര്യങ്ങള്. ഇനി ബീജസംയോഗം വഴി പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അങ്ങനെയെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനത്തിന് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു പ്രായോഗിക നിർവചനം രൂപീകരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബീജസംയോഗം വഴി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. അങ്ങനെയെങ്കിൽ ഒരു എന്താ അലൈംഗിക പ്രത്യുൽപാദനത്തിന് ഒരു നിർവചനം നൽകാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് നിർവചനമാണ് പറയാൻ പറ്റുക? അതായത് സ്ത്രീ പുരുഷ ജനന കോശങ്ങൾ അല്ലെങ്കിൽ ഗാമേറ്റ്സ് തമ്മിലുള്ള കൂടിച്ചേരൽ ഇല്ലാതെ ഒരു മാതൃജീവിയുടെ ശരീരഭാഗങ്ങളിൽ നിന്നോ കോശവിഭജനങ്ങളിലൂടെയോ പുതിയ തലമുറ ഉണ്ടാകുന്ന പ്രക്രിയയാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ എന്താണ് പറഞ്ഞ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ പുരുഷ ജനന കോശങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ ഇല്ലാതെ ഒരു മാതൃജീവിയുടെ ശരീരഭാഗങ്ങളിൽ നിന്നോ കോശവിഭജനങ്ങളിലൂടെയോ പുതിയ തലമുറ ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത്? അലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ പ്രത്യുൽപാദനം മനുഷ്യരിലും.
സസ്യങ്ങളെ പോലെ ജന്തുക്കളിലും പ്രത്യുൽപാദനത്തിനായി പ്രത്യേക അവയവ വ്യവസ്ഥകൾ ഉണ്ടെന്നറിയാമല്ലോ. മനുഷ്യരിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്തെല്ലാമാണ്? ബീജകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഇവിടെ ഈ എന്താണ് ഒരു പുരുഷനിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചിത്രമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് മുമ്പായിട്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു ബോക്സ് കൊടുത്തത് എന്താന്ന് നോക്കാം. ഹോർമോൺസ്. എന്താണ് ഹോർമോണുകള്? അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകളാണ്. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. പുരുഷനിലെ പ്രത്യുൽപാദന വ്യവസ്ഥയാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. അതിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പിക്ചറാണ്. ഫസ്റ്റ് തന്നെ എന്താണ് ഈ ഒരു പിക്ചറിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ട്യൂബ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതെന്താണ്? ബീജവാഹി അല്ലെങ്കിൽ വാസ് ഡിഫറൻസ് എന്ന് പറയട്ടോ. വൃഷണങ്ങളിൽ നിന്ന് പുരുഷ ബീജങ്ങളെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്നത് ബീജവാഹിയാണ്. രണ്ടാമത്തത് ഇവിടെ നമുക്ക് പോസ്റ്റേറ്റ് ഗ്രന്ഥി കാണാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണ്? ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ പദാർത്ഥങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുകയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ധർമ്മം. അടുത്തത് വൃഷണം അല്ലെങ്കിൽ ടെസ്റ്റിസ് എന്താണ്? പുരുഷ ബീജങ്ങളും പുരുഷ ലൈംഗിക ഹോർമോണുകളും അതായത് ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണമാണ്. ലിംഗം. ഇതിനുള്ളിലെ മൂത്രനാളിയിലൂടെ മൂത്രവും പുരുഷ ബീജങ്ങളും പുറത്തെത്തുന്നു. ബീജങ്ങളെ യോനിയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നതും ലിംഗമാണ് അല്ലെങ്കിൽ പെനിസ്. ഓരോന്നിന്റെയും ധർമ്മങ്ങൾ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പുരുഷനിൽ ലിംഗത്തിന് തൊട്ടു താഴെയുള്ള വൃഷണ സഞ്ചിയിലാണ് വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബീജോത്പാദനത്തിന് സാധാരണ ശരീര താപനിലയേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയെ പാടുള്ളൂ. ഈ താപനില ക്രമീകരിക്കുന്നതിന് വൃഷണ സഞ്ചിയുടെ സങ്കോച വികാസം സഹായിക്കുന്നു. എന്താണ്? പുരുഷനിൽ ലിംഗത്തിന് തൊട്ടു താഴെയുള്ള വൃഷണ സഞ്ചിയിലാണ് വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ബീജോത്പാദനത്തിന് സാധാരണ എന്താണ്? ശരീര താപനില നമ്മുടെ സാധാരണയുള്ള ശരീര താപനിലയേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയെ പാടുള്ളൂ. അപ്പൊ ഈ ഒരു താപനില ക്രമീകരിക്കുന്നതിന് വൃഷണ സഞ്ചിയുടെ സങ്കോച വികാസം സഹായിക്കുന്നു. ഇനി അടുത്തത് സ്ത്രീയിലെ പ്രത്യുൽപാദന വ്യവസ്ഥ ആണ് കൊടുത്തത് കേട്ടോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ കൊടുത്തത് ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ് കാണാൻ പറ്റും. ഭ്രൂണം വളർച്ച പൂർത്തിയാക്കുന്ന ഭാഗം യൂട്രസ് ആണ് കേട്ടോ, ഗർഭാശയത്തിലാണ്. പിന്നെ അണ്ടവാഹി അല്ലെങ്കിൽ ഫെല്ലോപ്പിയൻ ട്യൂബ് കാണാൻ പറ്റും. ഇതിന്റെ ധർമ്മം എന്താണ്? അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ഇവിടെ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത് കേട്ടോ. ഇനി അണ്ടാശയം അല്ലെങ്കിൽ ഓവറി. അണ്ടം സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്നു. അണ്ടാശയം കേട്ടോ. ഓവറി എന്താണ്? അണ്ടം സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ടാശയത്തിലാണ്. ഇനി അടുത്തത് യോനി അല്ലെങ്കിൽ വജൈന. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗം, പൂമ്പീജങ്ങളെ നിക്ഷേപിക്കുന്ന ഭാഗം. പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തു വരുന്നതും ഇതിലൂടെയാണ് കേട്ടോ. അപ്പൊ ഇത് എന്താണ്? സ്ത്രീയിലെ പ്രത്യുൽപാദന വ്യവസ്ഥയാണ്. അതുപോലെ എന്താണ്? ഇതിന് തൊട്ട് മുകളിലായിട്ട് പുരുഷനിലെ പ്രത്യുൽപാദന വ്യവസ്ഥ. ഇത് രണ്ടും പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഭാഗത്തിന്റെയും ധർമ്മങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു മനുഷ്യരിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ, ധർമ്മങ്ങൾ, അതുപോലെ ബീജകോശങ്ങളുടെ ഉൽപാദനം, ലൈംഗിക ഹോർമോണുകളൊക്കെ നമ്മളിപ്പോ നോക്കില്ലേ. ഇനി ഈ രണ്ട് ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളോട് ഇവിടെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യനിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ധർമ്മങ്ങളാണ് എന്നിപ്പം നമ്മൾ കണ്ടില്ലേ. ഏതൊക്കെയായിരുന്നു? പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ വൃഷണം, ബീജവാഹി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അതുപോലെ പിന്നെ നമ്മൾ പെനിസും ലിംഗവും പറഞ്ഞു. അപ്പൊ അതുപോലെ അതിന് ഓരോ ധർമ്മങ്ങളും. വൃഷണത്തിന്റെ ധർമ്മം നമ്മൾ പറഞ്ഞത് ബീജങ്ങളും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വൃഷണാണ്. അതുപോലെ ശരീരത്തിന് പുറത്തുള്ള വൃഷണ സഞ്ചിയിലാണ് ഇവയൊക്കെ കാണപ്പെടുന്നത്. അതുപോലെ ബീജവാഹി അല്ലെ, വൃഷണത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജങ്ങളെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കോയലാണ് എന്ത്? ബീജവാഹി എന്ന് പറയുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്തായിരുന്നു? ബീജങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ആവശ്യമായ മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നില്ലേ. പോഷണമൊക്കെ നൽകുന്ന ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ട് ലിംഗം അല്ലെങ്കിൽ പെനിസ്. ബീജങ്ങളെ സ്ത്രീ ശരീരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി ഇവിടെ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഹോർമോൺ നമ്മൾ പറഞ്ഞു ടെസ്റ്റോസ്റ്റിറോൺ ആണ് കേട്ടോ. പുരുഷന്മാരിലെ പ്രധാന ലൈംഗിക ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇതിന്റെ ധർമ്മം എന്തായിരുന്നു? ഇത് ബീജോത്പാദനത്തെ നിയന്ത്രിക്കുകയും പുരുഷന്മാരിലെ ശാരീരിക മാറ്റങ്ങൾക്ക്, അതായത് ശബ്ദത്തിലെ മാറ്റം, രോമവളർച്ച തുടങ്ങിയൊക്കെ സഹായിക്കുകയും ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോർമോൺ ആണ് കേട്ടോ.
ഓക്കെ. എന്ന് നമ്മൾ പറഞ്ഞു. ടെസ്റ്റോസ്റ്റിറോൺ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? വൃഷണത്തിലാണ് ട്ടോ. വൃഷണത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൃഷണത്തിലാണ് ഈ ഒരു ബീജങ്ങളും അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് ബീജകോശങ്ങളുടെ ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താണ് സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ അണ്ഡാശയം, അതുപോലെ അണ്ഡവാഹിനി, ഗർഭപാത്രം, ഗർഭാശയ നാളം, അതുപോലെ യോനി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതായത് അണ്ഡാശയത്തിന്റെ ധർമ്മം എന്തായിരുന്നു? സ്ത്രീ ബീജങ്ങളായ അണ്ഡങ്ങൾ, അതായത് ഓവം അല്ലെങ്കിൽ എഗ്ഗ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് അല്ലെ. കൂടാതെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളും ഇവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്, അണ്ഡാശയത്തിലാണ് ട്ടോ. ഓക്കെ. ഇനി ഗർഭപാത്രത്തിന് നമ്മൾ പറഞ്ഞു ബീജസങ്കലനം നടന്ന ഭ്രൂണം ഒട്ടിപ്പിടിക്കുകയും കുഞ്ഞായിട്ട് വളരുകയും ചെയ്യുന്നത് ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ്. ഇനി ബീജകോശങ്ങളുടെ ഉൽപാദനത്തെ പറ്റിയാണ് ട്ടോ. ബീജകോശങ്ങളുടെ ഉൽപാദനവും ഹോർമോണുകൾ, ബീജകോശങ്ങളുടെ ഉൽപാദനം നമ്മൾ പറഞ്ഞു സ്ത്രീകളിൽ ജനിക്കുമ്പോൾ തന്നെ അണ്ഡാശയങ്ങളിൽ ആയിരക്കണക്കിന് അണ്ഡങ്ങൾ ഉണ്ടാവുമെങ്കിലും പ്രായപൂർത്തിയാകുമ്പോഴാണ് അവ പാകമായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നത് കേട്ടോ. സാധാരണയായി ഒരു മാസത്തിൽ ഒരു അണ്ഡം വീതമാണ് പുറത്തു വരുന്നത്. ഓക്കെ. ഇനി ലൈംഗിക ഹോർമോണുകൾ സ്ത്രീകളിൽ നമ്മൾ പറഞ്ഞു ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണ് ട്ടോ. ധർമ്മം എന്താണ്? ഇതിന്റെ ആർത്തവചക്രം നിയന്ത്രിക്കുന്നത്, അതുപോലെ ഗർഭധാരണത്തിന് ഗർഭപാത്രത്തെ സജ്ജമാക്കുക, അതുപോലെ സ്ത്രീ സഹജമായിട്ടുള്ള ശാരീരിക മാറ്റങ്ങളൊക്കെ വരുത്തുക എന്നിവയാണ് ഇവയുടെ പ്രധാന ധർമ്മങ്ങൾ ട്ടോ. ഈ ഒരു ഹോർമോണിന്റെ ധർമ്മങ്ങൾ. രണ്ട് ഹോർമോണുകളാണ് സ്ത്രീകളിലെ പ്രധാനപ്പെട്ട ലൈംഗിക ഹോർമോണുകൾ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇനി ഇവിടെ മനുഷ്യരിലെ ലിംഗകോശങ്ങൾ. ഇവിടെ എന്താണ്? സ്ത്രീകളിലെയും അതുപോലെ പുരുഷന്റെയും ലിംഗകോശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പൂമ്പീജവും അണ്ടത്തിന്റെയും ചിത്രമാണ് കേട്ടോ. ഓരോന്നിന്റെയും ഭാഗങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് ഇവിടെ 18.1 പൂമ്പീജത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഹെഡ്, തല കാണാൻ പറ്റും, അതുപോലെ അതിന്റെ മർമ്മം, പിന്നെ പ്ലാസ്മസ്തരം, ഉടൽ, പിന്നെ വാല്. ഇത്രയും ഭാഗമാണ് സ്പേം അല്ലെങ്കിൽ എന്തിനുള്ളത്? പുംബീജത്തിനുള്ളത്. ഇനി അണ്ടത്തിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കാണാൻ പറ്റില്ല. പിന്നെ പ്ലാസ്മസ്തരം ഉണ്ട്, പിന്നെ ബാഹ്യാവരണം. ഈ 3 ഭാഗങ്ങളാണ് എന്തിനുള്ളത്? അണ്ടത്തിനുള്ളത് കേട്ടോ. ഇനി പുംബീജം അല്ലെങ്കിൽ പുംബീജത്തിന് തല, ഉടൽ, വാൽ എന്നീ ഭാഗങ്ങളുണ്ട്. തലയിലാണ് മർമ്മം സ്ഥിതി ചെയ്യുന്നത്. വാൽ ഉപയോഗിച്ച് ദ്രാവക മാധ്യമത്തിൽ ചലിക്കുവാൻ കഴിയും. അണ്ടത്തിനോ ഗോളാകൃതിയാണ് ഉള്ളത്. കോശസ്തരത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണ കവചമുണ്ട്. പുംബീജത്തെക്കാൾ വലിപ്പം കൂടുതലാണ്, ചലനശേഷി ഇല്ല ട്ടോ. ഇനി ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടാണ്. ആകൃതി, പുംബീജത്തിന്റെ ആകൃതി എന്തായിരുന്നു? പുംബീജത്തിന്റെ ആകൃതിയാണ് എന്താണ്? തല, ഉടൽ, അതുപോലെ വാല് എന്നിങ്ങനെ നീളമുള്ള ഒരു ആകൃതിയാണല്ലേ. നീളമുള്ള ആകൃതിയാണ് എന്തിനുള്ളത്? പുംബീജത്തിനുള്ളത്. എന്നാൽ അണ്ടത്തിനോ നമ്മൾ പറഞ്ഞു ഗോളാകൃതിയാണല്ലേ. ഗോളാകൃതിയാണുള്ളത്. ഇനി വലിപ്പം അണ്ടത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് പുംബീജം, വളരെ ചെറുതാണ്. അണ്ടോ പുംബീജത്തിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് ട്ടോ. വലിപ്പം കൂടുതലാണ്, വലിപ്പമുണ്ട്. ഇനി ചലനശേഷിയോ? വാൽ ഉപയോഗിച്ച് ദ്രാവക മാധ്യമത്തിൽ ചലിക്കാൻ കഴിയും ട്ടോ. ചലിക്കാൻ കഴിയും. ചലിക്കാൻ കഴിയും. എന്നാൽ എന്താണ്? സ്വയം ചലനശേഷി ആർക്കില്ല? അണ്ടത്തിന് സ്വയം ചലനശേഷി ഇല്ല. ചലനശേഷി ഇല്ല. ഓക്കെ. അടുത്തതാണ് ബീജസംയോഗം. വൃഷണത്തിൽ രൂപം കൊള്ളുന്ന പുംബീജങ്ങളും പ്രോസ്റ്റേറ്റ് പോലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളും ഇതാണ് ശുക്ലം. ഇത് ലിംഗത്തിലൂടെ പുറത്തു വരുന്ന പ്രക്രിയയാണ് സ്ഖലനം. ലിംഗത്തിലൂടെ യോനിയിലെത്തുന്ന പുംബീജ കോശങ്ങൾ ഗർഭാശയം വഴി അണ്ടവാഹിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അണ്ടാശയത്തിൽ നിന്ന് അണ്ടവാഹിയിലെത്തുന്ന അണ്ടവുമായി പുംബീജം സംയോജിക്കുന്നു. അണ്ടം പുംബീജവുമായി സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അണ്ടോത്സർജനം, ബീജസംയോഗം നടന്നാല് അതുപോലെ നടക്കാതിരുന്നാലുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. അണ്ടാശയത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ അണ്ടം പുറത്തു വരുന്ന പ്രക്രിയ. ഇതോടനുബന്ധിച്ച് ഗർഭാശയത്തിലെ എൻഡോമെട്രിയത്തിന്റെ കനം കൂടുന്നു. അതിൽ കൂടുതൽ കലകൾ, രക്തരോമികൾ എന്നിവ രൂപം കൊള്ളുന്നു. എന്താണ്? ബീജസംയോഗം നടന്നാൽ സിക്താണ്ഡമായിട്ട് മാറുന്നു. പിന്നീട് സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറുന്നു. പിന്നീട് ഭ്രൂണം വളർച്ചയെത്തിക്കാനാണ് പിന്നീട് ഒരു കുട്ടിയായിട്ട് രൂപം പ്രാപിക്കുന്നത്. ഇനി അടുത്തത്
ബീജസംയോഗം നടക്കാതിരുന്നാല് ആർത്തവാണ് ഉണ്ടാവുന്നത്. ആർത്തവം ഗർഭാശയത്തിലെ അന്തരഭിത്തിയിൽ പുതുതായി രൂപപ്പെട്ട കലകൾ അടർന്നു മാറുന്നു. ഇവ രക്തം, ശ്ലേഷ്മം എന്നിവയോടൊപ്പം യോനിയിലൂടെ പുറത്തു വരുന്നു ട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബീജസംയോഗം നടന്നാലും നടക്കാതിരുന്നാലും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചകങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബീജസംയോഗം നടക്കുന്ന ഭാഗം ട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീജസംയോഗം നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിൽ അല്ലെങ്കിൽ അണ്ടവാഹിനിയിൽ വെച്ചിട്ടാണ് അല്ലെ. മനുഷ്യരിൽ പൂംബീജവും അണ്ടവും തമ്മിലുള്ള ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അണ്ടവാഹിനിയിൽ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ട്ടോ. ഇനി അടുത്തതായിട്ട് ഭ്രൂണ രൂപീകരണമാണ് കൊടുത്തത്. എന്താണ് ബീജസംയോഗത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒറ്റ കോശമാണ് സിക്താണ്ഡം എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു കോശം ആവർത്തിച്ചിട്ടുള്ള വിഭജനത്തിന് വിധേയമാവുകയും ഒരു കോശക്കൂട്ടമായിട്ട് മാറുകയും ചെയ്യുന്നു ട്ടോ. ഇതിനെയാണ് ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭ്രൂണം പിന്നീട് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഉറച്ചു നിൽക്കുകയും ഇവിടെ വെച്ച് വളർച്ച തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ആർത്തവന്താണ്. അപ്പൊ സ്ത്രീകളിലെ ബീജസങ്കലനം നടക്കാത്ത സാഹചര്യത്തില് അണ്ടവും ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ സ്വീകരിക്കാനായി ഒരുങ്ങിയ രക്തക്കുഴലുകൾ നിറഞ്ഞ ഉൾഭിത്തിയും തകർന്ന് പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത് ട്ടോ. ഏകദേശം ഓരോ 28 ദിവസത്തിലും ആവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവം. ഓക്കെ, ഇവിടെ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നാണോ ഇത്രയും വൈവിധ്യമുള്ള കോശങ്ങൾ എന്റെ ശരീരവും ഉണ്ടായത്? അപ്പോൾ ഒരു സിക്താണ്ഡത്തിൽ നിന്ന് പൂർണ്ണവളർച്ചയിലെ കുട്ടിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു സിക്താണ്ഡം അതായത് ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന ആദ്യ കോശം, പിന്നീട് കോശവിഭജനം, അതിന് കോശവിഭജനം നടക്കുന്നു, അത് സിക്താണ്ഡം വിഭജിച്ച് അനേകം കോശങ്ങളായിട്ട് മാറാണ് അല്ലെ. പിന്നീട് അത് ഭ്രൂണം, അതായത് കോശങ്ങൾ വർദ്ധിക്കുകയും വിഭജനം തുടരുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടമാണ് ഭ്രൂണം ഉണ്ടാവുന്നത്. പിന്നെ ഈ ഭ്രൂണം എന്താണ് ഗർഭസ്ഥ ശിശുവായിട്ട്, അതായത് ശരീരഭാഗങ്ങൾ വ്യക്തമായിട്ട് തുടങ്ങുന്ന ഘട്ടമാണ് ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത്. ഭ്രൂണം പിന്നീട് ഗർഭസ്ഥ ശിശുവായിട്ട് മാറുന്നു. പിന്നീട് ജനനത്തിന് ശേഷമുള്ള ഘട്ടമാണ് ശിശു അല്ലെങ്കിൽ ഇൻഫാന്റ്. പിന്നീട് കുട്ടിയായിട്ട് മാറുന്നത് ശാരീരികവും മാനസികവുമായിട്ട് വളർച്ച തുടരുന്ന ഘട്ടമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടിയായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ്? സിക്താണ്ഡം, പിന്നീട് സിക്താണ്ഡത്തിന് കോശവിഭജനം നടന്ന് പിന്നീട് ഭ്രൂണത്തെ പിന്നെ ഗർഭസ്ഥ ശിശുവായിട്ട് മാറുന്നു, പിന്നീട് ശിശു, പിന്നെ അത് എന്താണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായിട്ട് മാറുന്നു. 3 ഘട്ടങ്ങളിലൂടെ കോശവിഭജനം, കോശവളർച്ച, കോശവൈവിധ്യവൽക്കരണം. ജീവികളുടെ വളർച്ചയ്ക്ക് കാരണം കോശവിഭജനവും അതിലൂടെ രൂപപ്പെടുന്ന കോശങ്ങളുടെ വളർച്ചയുമാണ്. വിഭജന ഫലമായി ഉണ്ടാകുന്ന പുതിയ കോശങ്ങളിൽ ചുവടെ ചേർത്തിരിക്കുന്ന മാറ്റങ്ങളാണ് കോശവളർച്ചയെ സൂചിപ്പിക്കുന്നത്. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശത്തിന്റെ വലിപ്പം കൂടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് നോക്കിയല്ലേ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ട് ആക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാസ് ആക്കി ഇടുമ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇത്രയാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.